ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യം പാരഡൈസ് ലോസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അവിടെ സർപ്പൻറ്റിൻ്റെ രൂപത്തിൽ ലൂസിഫർ ഗാർഡൻ ഓഫ് ഈഡൻ അഥവാ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു നിർത്തിയല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത്, അപ്പോൾ ഏദൻ തോട്ടത്തിലേക്ക് നമ്മുടെ ലൂസിഫർ ഒരു വർണ്ണ ശബളമായ നിറങ്ങളോട് കൂടിയ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ദൈവത്തിന് ലൂസിഫറിൻ്റെ പ്ലാൻസൊക്കെ മനസ്സിലാകുകയും ആഡമിനെയും ഈവിനെയും ഉപദേശിക്കാനായി ഏഞ്ചൽസിനെ ഏദൻ തോട്ടത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് പറയുന്നു, ആര് വന്ന് നിങ്ങളെ എന്തൊക്കെ കമ്പൽ ചെയ്താലും, നിങ്ങൾ പ്രലോഭിപ്പിച്ചാലും, നിങ്ങളൊരിക്കലും ഈ ഗാർഡൻ്റെ സൈഡിലുള്ള നോളജിൻ്റെ ഫ്രൂട്ട്, ആ മരത്തിലുള്ള ഫ്രൂട്ട് മാത്രം കഴിക്കരുത്, ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നേരെ ആരാണ് വരുന്നത്? ലൂസിഫർ നേരെ ഇതിൻ്റെ ഇടയ്ക്ക് ആഡമും ഈവും തീരുമാനിക്കുന്നു, ഈ ജോലികൾ രണ്ടുപേരും ചേർന്ന് ഒരേ സ്ഥലത്ത് ചെയ്യുന്നതിന് പകരം ജോലികൾ ഡിവൈഡ് ചെയ്ത് ആഡം ഒരു ഭാഗത്തും ഈവ് മറ്റൊരു ഭാഗത്തുമായി ഈ ജോലികൾ തീർക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഈവ് ഒരു ഗാർഡൻ്റെ ഒരു സൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരം മുതലെടുത്തുകൊണ്ട് നമ്മുടെ ലൂസിഫർ ഇങ്ങനെ പതുക്കെ ചെല്ലുകയാണ്. ചെന്ന പാടെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരുടെ ബ്യൂട്ടിയെക്കുറിച്ച്, ഈവിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് പ്രശംസിക്കുകയാണ് ലൂസിഫർ. നിങ്ങൾ അതിമനോഹരിയായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ബ്യൂട്ടി ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള മധുരം ചാലിച്ച വാക്കുകളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പ്രശംസ വീഴാത്തതായി അപൂർവം ആൾക്കാരേ ഉള്ളൂ അല്ലേ. നമുക്ക് നമ്മളെക്കുറിച്ചൊക്കെ ആരെങ്കിലും രണ്ട് നല്ല വാക്ക് പറയുന്നത് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈവ് അതിൽ വീണു പോകുന്നു. ഈവ് വളരെയധികം വണ്ടർ സ്റ്റക്ക് ആവുകയാണ്, അതിശയിക്കുന്നു. എങ്ങനെയാണ് മൃഗങ്ങളിങ്ങനെ സംസാരിക്കുക? അതായിരുന്നു ഈവിൻ്റെ അപ്പോഴത്തെ മനസ്സിൻ്റെ ചിന്തകൾ മുഴുവൻ. അപ്പോൾ ഈവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആ ഫ്രൂട്ടിൻ്റെ ഈ ഗാർഡൻ്റെ സൈഡിലുള്ള ഫ്രൂട്ട് അത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അതീവ ശക്തിശാലികളായി മാറും, പവർഫുള്ളായി മാറും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. ആദ്യം വിസമ്മതിക്കുമെങ്കിലും ഈവ് പ്രലോഭനത്തിൽ വഴങ്ങി ആ അറിവിൻ്റെ കനി ഭക്ഷിക്കുന്നു. അത് കഴിച്ച ഉടനെ തന്നെ ഇവന് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ ഗോഡിനെ എഗൻസ്റ്റായിട്ടാണ് ഈ കാര്യം ചെയ്തത്. നേരെ ഈവ് എന്ത് ചെയ്യുന്നു? നേരെ ആഡത്തിൻ്റെ അടുത്ത് ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്തായാലും ഞാൻ ഈ ഫ്രൂട്ട് കഴിച്ചു, അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ കൂടി ഈ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ആഡം പറയും, ഇല്ല, ദൈവം നമ്മളോട് ഒരിക്കലും കഴിക്കരുതെന്ന് പറഞ്ഞ ആ കനി ഞാൻ ഒരിക്കലും കഴിക്കില്ല എന്ന് പറഞ്ഞ് ഈവിനെ നിരുത്സാഹപ്പെടുത്തുന്നു. അപ്പോൾ ഈവ് പറയുന്നു, നിങ്ങൾക്ക് എന്നോട് ഒരല്പം പോലും സ്നേഹമില്ല. സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ശരിയായാലും തെറ്റായാലും അത് നിങ്ങളും ആവർത്തിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും എന്നോടൊപ്പം ഈ പഴം, അറിവിൻ്റെ കനി ഭക്ഷിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ആഡത്തിന്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്കറിയാമല്ലോ, ഹസ്ബൻഡ് ഇപ്പോൾ വൈഫിനെ കുറ്റപ്പെടുത്തുന്നു, വൈഫ് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ രണ്ടാൾക്കാർ സ്നേഹിച്ച് കഴിയുന്ന രണ്ടാൾക്കാർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആഡമും ഈവിനോടൊപ്പം ചേർന്ന് ആ അറിവിൻ്റെ കനി ഭക്ഷിക്കുകയാണ്. ഇതറിഞ്ഞ ദൈവം വളരെയധികം രോക്ഷാകുലനാവുകയും എന്തു ചെയ്യുന്നു? വീണ്ടും ഏഞ്ചൽസിനെ ഗാർഡൻ ഓഫ് ഈഡൻ ഏദൻ തോട്ടത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അയക്കുന്ന ഈ ഏഞ്ചൽസ് നേരെ വന്ന് നമ്മുടെ ആഡത്തിനോടും ഈവിനോടും പറയുകയാണ്, നിങ്ങൾ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചിരിക്കുന്നു, അപ്പോൾ ഇനി നിങ്ങൾക്കിവിടെ സാധ്യതയില്ല, ഈ ഗാർഡൻ ഓഫ് ഈഡൻ ഏദൻ തോട്ടത്തിൽ ഇനി നിങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായി ഇത്രയും സുഖലോലുപരായി കഴിഞ്ഞിരുന്ന ഇവർക്ക് സ്വർഗം വിട്ടു പോകാൻ ആർക്കും ഇഷ്ടമല്ല അല്ലേ. സ്വർഗം എന്ന വാക്ക് തന്നെ നമ്മളെ മനസ്സിൽ എന്തൊക്കെയോ ഒരുമിച്ചുള്ള ഒരു എല്ലാ സൗകര്യവും എല്ലാ സുഖങ്ങളും ദുഃഖമെന്തെന്നറിയാത്ത ഒരു ലോകം, അതാരാണ് ഇഷ്ടപ്പെടാത്തതല്ലേ. അപ്പോൾ മനുഷ്യജീവിതം അങ്ങനെയല്ലല്ലോ, നമുക്ക് സ്വർഗവും നരകവും ചേർന്നാണല്ലോ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ മാത്രമല്ല, ഈ അറിവിൻ്റെ കനി ഭക്ഷിച്ച ഉടനെ ഇവർക്ക് അവർ നഗ്നരാണെന്നുള്ള ബോധം ഉണ്ടാവുകയും അവരിൽ അറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് ഈ പോയത്തിൽ അവർ ബാക്കി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തൊണ്ടയ്ക്ക് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ശരി, ഞാൻ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ.
അപ്പോൾ ഇവർ ഇത് ഇങ്ങനെ ദൈവത്തിൻ്റെ ഏഞ്ചൽസ് വന്ന് ആഡത്തിനോടും ഈവിനോടും പറയുകയാണ്, എന്തായാലും നിങ്ങൾക്ക് ഈ പറുദീസ വിട്ട് നിങ്ങൾക്ക് പോകേണ്ടതായി വരും, ഇത് ദൈവകൽപ്പനയാണ്, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് എന്ന് പറയുകയാണ്. വളരെ വിഷമത്തോടെ ആഡമും ഈവും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ മനസ്സിലാക്കിയാൽ അടുത്ത ശിക്ഷയാണല്ലോ. അപ്പോൾ ആ ശിക്ഷയുടെ കാര്യം ഞാനിനി നെക്സ്റ്റ് എൻ്റെ 3ാമത്തെ വ്ളോഗിൽ കൂടെ മാത്രമേ പറയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു ലെങ്തി വീഡിയോ ആവും. അപ്പോൾ സ്നേഹിച്ചവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി. നല്ല നല്ല കമൻസും അതുപോലെ തന്നെ വീഡിയോ ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓരോ ഫ്രണ്ട്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ 3rd പാർട്ടുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് കേട്ടോ.